ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണിക്കുന്നത്. ഇതാണ് കോൽത്തേൻ എന്ന് പറയുന്നത്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കാണുന്നത് തേനീച്ചയല്ല, ഇതൊരു അപൂർവമാണ് ശരിക്കും. അതായത് ഇതുപോലെ തെളിഞ്ഞ പ്രദേശത്തൊക്കെ ഉള്ള ചില തണലുള്ള മരത്തിൻ്റെ ചുവട്ടിലേ ഇത് വരത്തുള്ളൂ. അതേപോലെ വലിയ പൊക്കമുള്ള പ്രദേശങ്ങളിലൊന്നും ഇത് കാണത്തില്ല. ഇച്ചിരി കൂടെ ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണത്തില്ല. കാരണം ഇതിൻ്റെ തേന് നല്ല രുചിയാണ്. അത് ഇവിടെ മറ്റേ സാധാരണ ചെറുതേനേക്കാളിലും മഞ്ചേനേക്കാളിലും രുചിയുണ്ട്, വളരെ കുറവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണത്തിനെ പിടിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നിങ്ങളെ ആക്രമിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ അതിൻ്റെ കൂടെടുക്കാൻ ശ്രമിച്ചാൽ ഇത് നിങ്ങളെ ആക്രമിക്കാതെ കൂട് വിട്ടങ്ങ് പോവും. കൂട് വിട്ട് പോയിട്ട് അത് പിന്നെ അത് തിരിച്ചു വന്നിട്ട് അത് അതിൻ്റെ പുഴുവിനെയും മറ്റ് സാധനങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് പോകാണ്ട് ശ്രമിക്കത്തുള്ളൂ. അത് നിങ്ങളെ ഒരിക്കലും ആക്രമിക്കത്തില്ല. അപ്പോൾ തിരിച്ചു വരുമ്പം നിങ്ങൾ അതിന് മുമ്പ് സാധനം എടുത്തെങ്കിൽ പിന്നെ അത് അവിടെ വിട്ടുപോകും. പിന്നെ ആ പ്രദേശത്ത് പിന്നെ ഒരു കിലോമീറ്ററുകൾക്ക് അങ്ങേപ്പുറത്തേ ഇത് പോകത്തുള്ളൂ, തിരിച്ചു വന്ന് കൂട് വെക്കത്തുള്ളൂ. ആ പ്രദേശത്ത് പിന്നെ വരത്തില്ല. പിന്നെ അടുത്ത വർഷം വല്ലതും ചിലപ്പം വന്നെങ്കിലും ഉള്ളൂ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞു. ഇത് കോൽത്തേൻ എന്ന് പറയും. ഇതിനെ കോൽത്തേൻ എന്ന് പറയാൻ കാര്യം, ഏതെങ്കിലും ഒരു കോലിൻ്റെ ചുറ്റു സൈഡിലാണ് ഇത് അട ഇങ്ങനെ ഉരുട്ടി വെച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിനെ മെരുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഇതിനെ ചില പ്രത്യേക സാഹചര്യത്തിൽ, അതായത് നല്ല ചൂടുള്ള കാലാവസ്ഥ ഇത് വളരും. അപ്പോൾ ഇത് ഒമാനിലൊക്കെ ഇതിൻ്റെ ഒരു പരീക്ഷണം ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിനെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ അടയൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു വരും. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിടെ വേറെ ആ ഒരു ഒയാസിസ് പോലെ ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവനെ ഓടിച്ചു വിട്ടാൽ ഇവനങ്ങ് പോകും. നല്ല തേനെന്ന് പറഞ്ഞാൽ ഉഗ്രം തേന, ഏറ്റവും രുചിയുള്ള തേന. മറ്റേ വൻതേന, പെരുന്തേന, ചെറുതേന ഇതിനേക്കാളൊക്കെ രുചിയുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷം കുടിച്ചായിരുന്നു. അതുപോലെ അതിൻ്റെ അടയൊക്കെ നല്ലതാണ്. നമ്മുടെ വെറുതെ കഴിക്കാൻ പോലും നല്ല ഒരു സൂപ്പറാണ്. ഇതിക്കുള്ളിനടുത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സൈസ് ഏകദേശം മനസ്സിലായല്ലോ.